ശ്രീമദ് ഭാഗവതം ക്ലാസ് 87. നമ്മളിന്ന് നോക്കുന്നത് സ്കന്ധം 4 25-ാമത്തെ അധ്യായമാണ്. അത് പുരഞ്ജലോപ്യാഖ്യാന പ്രാരംഭമാണ്. നമുക്കറിയാം, നമുക്ക് ദൃശ്യമല്ലാത്ത ഒരു ലോകം ഇവിടെയുണ്ട്. നമ്മളീ കാണുന്നത് മാത്രമല്ല, ഈ കാണുന്ന ലോകം ഉണ്ടാകുന്നതിന് പിന്നിൽ പ്രേരിപ്പിക്കുന്ന ചില പ്രേരക ശക്തികളുണ്ട്. അതായത് ഞാൻ എന്നതിന് പിന്നിലും ഒരു ശക്തിയുണ്ട്, നമുക്ക് കാണാൻ പറ്റാത്ത. അതിനാണ് ആത്മാവ് എന്നെല്ലാം നമ്മൾ പറയുന്നത്. ആ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ കിടക്കുമ്പോഴാണ് ഈ ദൃശ്യപ്രപഞ്ചമായി മാറുന്നത്. മരിക്കുമ്പോൾ അത് അദൃശ്യ രൂപത്തിൽ പോവുകയാണ്. അപ്പോൾ അദൃശ്യമായ ഒരു ശക്തി വിശേഷമാണ് നമ്മളെല്ലാം നയിച്ചു കൊണ്ടുവരുന്നത്. നമ്മളെ ശരീരത്തിൽ കിടന്ന് നമ്മളിൽ പ്രേരിപ്പിച്ചിട്ട് ഒരു അദൃശ്യമായ ശക്തി വിശേഷം. അദൃശ്യമായ ഒരു പ്ലാനുണ്ട് പ്രപഞ്ചത്തിന്. ആ പ്ലാനിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ആ പ്ലാനിൽ എന്താണുള്ളത്? ഭൂമി, പ്രപഞ്ചം എങ്ങനെ സൃഷ്ടിക്കണം, പടിപടിയായിട്ട് അതിൽ ആണുള്ളത്. അപ്പോൾ ആദ്യം പ്രപഞ്ചം സൃഷ്ടിക്കുന്നു, പിന്നെ 4 ഘട്ടങ്ങളിലൂടെ കൃതയുഗം, ത്രേതായുഗം, ഇങ്ങനെ ലോകത്തെ പുരോഗമിപ്പിച്ച് നല്ലൊരു ലോകം ഉണ്ടാക്കുന്നു. അതിന് ഓരോ സ്റ്റേജിലും അതിനെ പ്രേരിപ്പിക്കുന്ന ശക്തി വിശേഷങ്ങളുണ്ട്. ഇപ്പോൾ സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി ബ്രഹ്മാവ് എന്ന പേരിൽ പറയുന്നു. സൃഷ്ടിച്ചതിനെ സംരക്ഷിക്കുന്നത് വിഷ്ണു എന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം അതിൻ്റെ അകത്ത് നിന്നിട്ട് ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷത്തെ ഇന്ദ്രൻ എന്ന് പറയുന്നു. നമ്മളെ മനസ്സിൽ പ്രേരിപ്പിച്ചിട്ട് ഓരോ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്ന നാരദൻ എന്ന് പറയുന്നു. അതുപോലെ പ്രപഞ്ചത്തിൽ എല്ലാ മനുഷ്യരെയും ഏകോപിപ്പിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു തലമൻ വേണം. അപ്പോൾ കാലാകാലങ്ങളിൽ ഈ തലമന്മാരെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷം, ആ തലവനെ രാജാവ് എന്ന് നമുക്ക് ചുരുക്കി പറയാം. ഇന്നത്തെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാം തന്നെ രാജാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അപ്പം അവരിലൂടെയാണ് ജനങ്ങളെ ഏകോപിപ്പിച്ച് കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത്. അപ്പം ഈ രാജാക്കന്മാരെ സൃഷ്ടിക്കുന്നതിനും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതിനും പിന്നിലുള്ള ആ അദൃശ്യ പ്രേരക ശക്തികളെയാണ് പൃഥ്വി എന്ന പേരിൽ നമ്മൾ ഇതിനു മുമ്പിൽ കണ്ടിട്ട് അതിലെ മക്കളിലൂടെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ആ കാര്യമാണ് പറഞ്ഞു വെച്ചത്. ഇനി നമ്മൾ ജനിക്കുന്നതിന് പിന്നിലും ഒരു സയൻസ് ഉണ്ട്. ഒരാത്മാവ്, ഒരു പുരുഷൻ ഈ പ്രകൃതി, നമ്മുടെ കാര്യത്തിൽ പ്രകൃതി എന്ന് പറഞ്ഞാൽ അണ്ടവും ബീജവും അണ്ടവും കൂടി ചേർന്നിട്ടുണ്ടാകുന്ന ആ സംഗതിയാണ്. അതിലാണ് ആത്മാവ് ചേരുന്നത്. അപ്പോഴാണ് അതിന് ജീവൻ വെക്കുന്നത്. അപ്പം അവിടെ ഒരു ആത്മാവുണ്ട്. നമ്മിൽ കിടന്ന് നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ആ ശക്തി വിശേഷത്താണ് ആത്മാവ്. അതാണ് ജനിക്കുന്ന സമയത്ത് അണ്ടവും ബീജവുമായിട്ടുള്ള പ്രകൃതി. പുരുഷനും പ്രകൃതിയാണല്ലോ. ആ പ്രകൃതിയായിട്ട് കൂടിച്ചേർന്നിട്ട് അതിൽ പ്രവേശിച്ചിട്ട് അതിനകത്ത് വെച്ചിട്ടാണ് വളർച്ച പ്രാപിച്ചിട്ട് നമ്മളായി മാറുന്നത്. അതിനെല്ലാം നിയന്ത്രിക്കുന്ന ആ ശക്തി വിശേഷത്തെ ഇവിടെ ഒരു കഥരൂപത്തിൽ പുരഞ്ജനൻ എന്ന പേര് പറഞ്ഞുകൊണ്ട്, ആ നമ്മിൽ തുടക്കം മുതൽ പ്രവേശിക്കുന്ന ആ ആത്മാവിനെ പുരഞ്ജനൻ എന്നൊരു കഥാപാത്രത്തിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അപ്പം നമ്മുടെ ജീവജാലങ്ങളുടെ സൃഷ്ടി രഹസ്യത്തെ പറ്റിയാണ് ഒരു കഥരൂപത്തിലൂടെ പറയാൻ പോകുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നിൽ മൈത്രേയൻ കഴിഞ്ഞ പൃഥ്വിരാജാവിൻ്റെ പരമ്പരയെ പറ്റി പറഞ്ഞു. ശ്രീരുദ്രൻ ഇപ്രകാരം ഉപദേശിച്ച ശേഷം, അപ്പം ജീവൻ ഉണ്ടാകുന്നതിന് പിന്നിൽ ഒരു പ്രേരക ശക്തിയുണ്ട് എന്നെല്ലാം കഴിഞ്ഞതിൽ പറഞ്ഞു കഴിഞ്ഞു. ആ ശക്തിയാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്, നമ്മളല്ല. എല്ലാ വിഷ്ണുവിൻ്റെ തീരുമാനം അനുസരിച്ച് മനുഷ്യനായിട്ട് അവതരിച്ചിട്ട് മനുഷ്യരിലൂടെ കർമ്മം ചെയ്യിപ്പിക്കുകയാണ്. ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിരുന്നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ വിഷയം
രുദ്രൻ അപ്പം പ്രചേതസ്സുകൾക്ക് പറഞ്ഞു കൊടുത്തിയാണ് ഇനി നിങ്ങൾ ഇങ്ങനെയല്ലാണ് സൃഷ്ടിക്രമം മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകേണ്ടത്. പ്രചേതസ്സുകളിലൂടെയാണ് ജീവജാലങ്ങളെല്ലാം ഉണ്ടാകാൻ പോകുന്നത്. അപ്പം ജീവജാലങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ എങ്ങനെയാണ് ജീവജാലങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞു കൊടുത്തത്. ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം. അപ്പം അതിന് മനുഷ്യരെ സൃഷ്ടിക്കും, ജീവികളെ സൃഷ്ടിക്കും, അതിൻ്റെ അകത്ത് അത് കയറിയിരിക്കും. എന്നിട്ട് ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കും. ഇത് എന്താണോ നമ്മളെ കൊണ്ട് ചിന്തിക്കേണ്ട അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാക്കും. നമ്മൾ ആഗ്രഹത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ ആ ജോലി നടന്നു. അപ്പോൾ അടിസ്ഥാനപരമായ ജീവൻ്റെ പിന്നിലുള്ള രഹസ്യം പറഞ്ഞതിൻ്റെ ശേഷം ഇനി ജീവജാലങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പിന്നിലുള്ള കാര്യമാണ് ഇതിലൂടെ പറയാൻ പോകുന്നത്. അപ്പം പ്രചേതസ്സുകൾക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുത്തതിൻ്റെ ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ നിന്ന് മറഞ്ഞു. രുദ്രൻ, ആറ്റം, ദ്രവ്യങ്ങൾ കൂടിച്ച ആറ്റത്തിലൂടെയാണ് ഈ പ്രചേതസ്സുകളുടെ ആ പ്രേരക ശക്തി ആറ്റങ്ങളുമായിട്ട് കൂടിച്ച് പുരുഷനും പ്രകൃതിയായി അറിഞ്ഞിട്ടാണ് ജീവജാലങ്ങളായിട്ട് മാറുന്നത്. ഇത് രണ്ടില് പ്രചേതസ്സുകൾ രുദ്രന്റെ സ്തോത്രത്തെ ജപിച്ചുകൊണ്ട് 10,000 വർഷത്തോളം ജലത്തിൽ തപസ്സു ചെയ്തു. അപ്പോൾ ആ സൃഷ്ടിക്ക് പ്രേരകമായി വർത്തിക്കേണ്ട ആ ശക്തിവിശേഷം, ഇവിടെ സൃഷ്ടി നടത്തേണ്ട ആ ശക്തിവിശേഷം 10,000 വർഷത്തോളം ജലത്തിൽ സ്ഥിതി ചെയ്തു എന്ന് പറഞ്ഞാൽ ജലത്തിലൂടെയാണ് ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എവിടെയെങ്കിലും ജീവനുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചന്ദ്രനിലെല്ലാം പോയി കഴിഞ്ഞാൽ അവിടെ വെള്ളമുണ്ടോ എന്ന് നോക്കുന്നു. ചൊവ്വയിൽ പോയാൽ അവിടെ വെള്ളമുണ്ടെങ്കിൽ ജീവജാലങ്ങളുണ്ട് എന്നുള്ളതാണ് വിശ്വാസം. അപ്പം ജലത്തിൽ നിന്നാണ് ജീവജാലങ്ങളുടെ ഉത്ഭവം. അത് തന്നെ 10,000 വർഷത്തോളം പ്രചേതസ്സുകൾ തപസ് ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലത്തിൽ ഗ്രാജ്വലായിട്ടാണ് ജീവജാലങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. 3 പറയുകയാണ്, കർമ്മങ്ങളിൽ ആസക്തനായിരിക്കുന്ന പ്രാചീന ബർഹിസിന്. അപ്പം പ്രാചീന ബർഹിസ് പുതിയ സൃഷ്ടിയെല്ലാം നടത്താനുള്ള വലിയ താല്പര്യത്തിലിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നാരദ മഹർഷി വന്നിട്ട് ഉദ്ബോധിപ്പിക്കുകയാണ്. നാരദൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മളെ പിന്നിൽ നമ്മളെ മനസ്സിൽ പ്രേരിപ്പിക്കുന്ന ചില പ്രേരക ശക്തികളുണ്ട്. ഒരു സമയത്ത് എന്ത് തീരുമാനം എടുക്കണം എന്നെല്ലാം തീരുമാനിക്കുന്ന ആ മനസ്സിൽ നമ്മൾ അറിയാതെ വന്നു ചേരുന്ന ശക്തി വിശേഷത്തെയാണ് നാരദൻ എന്ന് പറയുന്നത്. അപ്പം നാരദൻ വന്നിട്ട്, അതായത് മനസ്സിൽ ചിന്തിക്കുക എന്ന നിലയിൽ എടുത്താൽ മതി, ആരുടെ? പ്രാചീന പരസ്യൻ്റെ മനസ്സിൽ വന്നിട്ട് പറഞ്ഞു കൊടുത്തു. എന്താണ് പറഞ്ഞത്? രാജാവേ, 4 അങ്ങ് യോഗത്തിലൂടെ മാർഗത്തിലൂടെ എന്ത് ശ്രേയസ്സാണ് ആഗ്രഹിക്കുന്നത്? ശ്രേയസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കർമ്മം ചെയ്യാൻ വന്നത്. അദ്ദേഹത്തിന് വലിയ ആകാംക്ഷ, പുതിയ ഒരു സൃഷ്ടി നടത്തുക. ഇതുപോലെ നമ്മളെപ്പോലെ നമ്മൾ സൃഷ്ടി നടത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലോ. നമ്മൾ എന്ന ചിന്ത വെച്ചുകൊണ്ട്, ഞാനെന്ന ചിന്ത വെച്ചുകൊണ്ട്, മായയിൽ അകപ്പെട്ടുകൊണ്ട്. അതുപോലെ തന്നെ ആ ജോലി തന്നെയാണ് പ്രാചീന ബർഹിസിനും ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഇറങ്ങി തിരിച്ചപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ദുഃഖ നിവൃത്തിയും സുഖപ്രാപ്തിയുമാണ് ശ്രേയസ്സായി കാണുന്നതെങ്കിൽ, ശ്രേയസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദുഃഖങ്ങളെല്ലാം ഇല്ലാതാവുക, നല്ല സുഖം ഉണ്ടാവുക. ഇതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് രണ്ടും കർമ്മമാർഗത്തിലൂടെ നേടാൻ പറ്റില്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഈ മായാലോകത്തിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ദുഃഖം ഇല്ലാതെയാവില്ല, സുഖം, പൂർണ്ണമായ സുഖവും കിട്ടാൻ പോകുന്നില്ല. അതിലൂടെ ശ്രേയസ് കിട്ടുക, ആ ശ്രേയസ് കിട്ടാൻ പോകുന്നില്ല. അതാണ് കർമ്മമാർഗം. നമ്മൾ സൃഷ്ടിയെല്ലാം നടത്തുമ്പോൾ ദുഃഖങ്ങൾ ഉണ്ടാവും, കാര്യം നടക്കുമ്പോൾ സന്തോഷം ഉണ്ടാവും, കാര്യം നടക്കാതപ്പം ദുഃഖം ഉണ്ടാവും. കാര്യം നടക്കുകയില്ല എന്നുള്ള ഒരു ഉറപ്പുമില്ല. നമുക്ക് ചെയ്യാനേ അർഹതയുള്ളൂ, അല്ലാതെ ഫലമെല്ലാം അത് തീരുമാനിക്കുന്ന വരിയാണ് വരുന്നത്. അതുകൊണ്ട് ശ്രേയസ് ആഗ്രഹിച്ചിട്ട് പോവുകയാണെങ്കിൽ, ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ശ്രേയസ് കൊണ്ട് ദുഃഖനിവൃത്തിയും സുഖപ്രാപ്തിയുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് രണ്ടും ഈ കർമ്മമാർഗത്തിലൂടെ ലഭിക്കാൻ പോകുന്നില്ല.
എന്തുകൊണ്ട്? 5 പറയാണ്, കർമ്മമാർഗത്തിൽ ഏർപ്പെട്ട് വിവേകഭ്രംശം വന്ന ഞാൻ യഥാർത്ഥ ശ്രേയസ്സിനെ അറിയുന്നില്ല. യഥാർത്ഥ ശ്രേയസ് എന്താണ് യഥാർത്ഥ ശ്രേയസ്? ഈ ബ്രഹ്മരഹസ്യം മനസ്സിലാക്കി, ഇതെല്ലാം എന്നെ കൊണ്ട് ആ ശക്തി കഴിപ്പിക്കുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനായിട്ട് കർമ്മം ചെയ്തു കൊടുക്കുക. യാതൊന്നിനാ കർമ്മബദ്ധത്തിൽ നിന്നും മുക്തമാകാമോ ആ വഴി ഉപദേശിക്കുക. അതുകൊണ്ട് നാരദനോട് പറയുകയാണ്, എന്ത് വഴിയിലോട്ട് പോയാൽ എനിക്ക് കർമ്മബന്ധത്തിൽ നിന്നും മുക്തമാകാൻ പറ്റുമോ ആ വഴി ഉപദേശിക്കണമെന്ന് ഇദ്ദേഹം മനസ്സിൽ ചിന്തിക്കുകയാണ്. നാരദനോട് ഇദ്ദേഹം തന്നെ മനസ്സ് പറയുകയാണ്, എനിക്ക് ആ വഴി പറഞ്ഞു തരണം. എനിക്കെന്താണ് വേണ്ടത്? കർമ്മം ചെയ്യുമ്പോൾ ബന്ധനങ്ങൾ ഉണ്ടാകും. നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ആർക്ക് വേണ്ടിയിട്ട്? എൻ്റെ ഇന്നാൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്നവന് വേണ്ടിയിട്ട്, മറ്റവന് ഭാര വെക്കാം, ഇങ്ങനെയെല്ലാം ബന്ധങ്ങളാകപ്പെടും. ഒരു കർമ്മം ചെയ്യുമ്പോൾ സമൂഹ ജീവിയാണ്. ഒറ്റക്കൊരു കർമ്മം ചെയ്യാനില്ല. ഒറ്റക്ക് കർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും വേണമെങ്കിൽ ഒറ്റക്ക് എന്ന് പറയാം. പക്ഷേ ഇതും അപ്ലോഡ് ചെയ്ത് കേൾക്കുമ്പോൾ കേൾക്കുന്നവരിൽ നിന്ന് എന്തുണ്ടാവും? പ്രതികരണങ്ങൾ, സുഖമായതും സുഖമല്ലാത്തതുമായ പ്രതികരണങ്ങളും ലൈക്കും എല്ലാം വരും. അതോടെ കർമ്മബന്ധങ്ങളിലകപ്പെടും. അതുകൊണ്ട് ഈ കർമ്മബന്ധത്തിൽ നിന്നും മാറിയാൽ മാത്രമേ സുഖവും ദുഃഖവും ഇല്ലാതെ ശാശ്വതമായ ഒരു അവസ്ഥയിലേക്ക് എത്തുകയുള്ളൂ. അതിനുള്ള വഴി ഉപദേശിക്കുക എന്ന് പറയുകയാണ്. എന്നിട്ട് ആറ് പറയാണ്, കപടതന്ത്രം മുഴുത്ത ഗൃഹസ്ഥാശ്രമ വൃത്തിയിൽ. ഇങ്ങനെ നമ്മൾ കർമ്മം ചെയ്യുന്നതിനാണ് ഗൃഹസ്ഥാശ്രമ കുടുംബമല്ലായിട്ട് ജീവിക്കുമ്പോൾ എന്ത് പറ്റും? ഭാര്യ, മക്കള്, ധനം എന്നിവയിൽ പുരുഷാർത്ഥങ്ങളെ കരുതി. അപ്പം പുരുഷാർത്ഥങ്ങളുടെ ധർമ്മം, അർത്ഥം, കാമം, മോഷം, ഈ തരത്തിലാണ് മനുഷ്യർ മുന്നോട്ടേക്ക് പോകേണ്ടത്. അത് വരുമ്പോൾ ഭാര്യ, മക്കള്, ധനം എന്നിവയെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരും. ഈ പുരുഷാർത്ഥങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതമാർഗത്തിൽ ഇതെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധനത്തിൽ അകപ്പെട്ടുകൊണ്ട് സംസാര സാഗരത്തിൽ നട്ടം തിരിയും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് പറ്റുന്നത്? സംസാര സാഗരത്തിൽ നട്ടം തിരിയുന്നു. ആര്? അങ്ങനെയുള്ള അജ്ഞർ. നമ്മൾ അജ്ഞരാണ്. ഈ സംസാര സാഗരത്തിൽ എന്തെല്ലാം നേടാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ കർമ്മബന്ധങ്ങളുണ്ട്. ഇത് എൻ്റെ ഭാര്യ, മക്കള്, ഇത് ധനം വേണം, അത് വേണം, ഇതെല്ലാം വെച്ചിട്ട് പുരുഷാർത്ഥങ്ങൾ, ധർമാർത്ഥ, കാമമോഷങ്ങളിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുമ്പോൾ അജ്ഞാനികളായ നമുക്ക് എന്തു പറ്റില്ല? പരമശ്രേയസ്സായ ആ മുക്തിയെ പ്രാപിക്കാൻ പറ്റില്ല. അതുകൊണ്ട് 7 അപ്പോൾ 7 നാരദൻ പറയുകയാണ്, ഹേ രാജാവേ, പ്രജാപാലക യാഗത്തിൽ തെല്ലും കനിവില്ലാത്ത അങ്ങയാൽ, ഇതേ രാജാവാണല്ലോ, അപ്പം പ്രജകളെ പാലിപ്പിക്കുന്ന കർമ്മത്തിൽ വരുമ്പോൾ ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെയാണ് പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ പ്രവർത്തിക്കുമ്പോൾ ജീവജാലങ്ങളിൽ എന്തുണ്ടാവും? അധർമ്മികളും എല്ലാം ഉണ്ടാവും. അവരെല്ലാം ഇല്ലായ്മ ചെയ്യണം. അപ്പോൾ അതിൽ വീർപ്പ് മുട്ടിച്ച് കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് ബലിയാടുകൾ ഉണ്ടാവും. ആ ജീവരാശികളെയെല്ലാം നിങ്ങൾ നോക്കുക. ഉദാഹരണമായിട്ട് കർമ്മത്തിൽ ഏർപ്പെട്ടിട്ട് നമ്മളെ മാർഗത്തിന് ശരിയല്ലാത്തവരെ എല്ലാം കൊന്നൊന്നും വരും. അത് മാത്രമല്ല, നമുക്ക് ജീവിക്കാൻ വേണ്ടി പല ജീവികളെയും പിടിച്ച് ജീവജാലങ്ങളെയെല്ലാം കൊന്നിട്ടും, അല്ലെങ്കിൽ കാടുവെട്ട് തെളിയിക്കുമ്പോൾ പല ജീവജാലങ്ങളെ കൊല്ലുക. ഇങ്ങനെയെല്ലാം പല ഈ കർമ്മത്തിൽ ഏർപ്പെട്ടു പോകുമ്പോൾ പല ജീവജാലങ്ങൾക്കും ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുക എന്ന് പറയുകയാണ്. അവരെന്ത് ചെയ്യും? ഇവർ അതെല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ട് അങ്ങേ കാത്തിരിക്കുക. ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ രാജാവ് ധർമ്മം ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്ന, നാട് നന്നാക്കാനല്ലാണ്. പക്ഷെ അക്കൂട്ടത്തിൽ പലതിനും ഹിംസിക്കും ജീവജാലങ്ങളെ. പ്രധാനമായിട്ട് എലിയുടെ മാവങ്ങളെല്ലാം കുത്തി ഇളക്കി എല്ലാത്തിനെയും കൊന്നിട്ടെല്ലാണല്ലോ കൃഷിനെയെല്ലാം സംരക്ഷിക്കുക. അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ ഈ ജീവജാലങ്ങൾ അവിടെ പോയി മരിച്ചാൽ അവിടെ പോയി ഇരിക്കും, എന്നിട്ട് കാത്തിരിക്കും. എന്നിട്ട് അവിടെ മരിച്ചിട്ട് അങ്ങേറ്റ് ചെല്ലുമ്പോൾ നല്ല ഇരുമ്പ് കമ്പി എടുത്തിട്ട് കുത്തി
പിളർത്തിയേക്കും എന്നാണ് പറയുന്നത്. അതായത് ഈ ജീവിതം ശാശ്വതമല്ല. ഈ ജീവിതത്തിൽ ഒരു രാജാവ് കർമ്മം ചെയ്യുമ്പോൾ എന്ത് പറ്റും? പല ഇതേമാതിരി ജീവജാലങ്ങളെയെല്ലാം നശിപ്പിക്കേണ്ടി വരും. കാരണം നീതിമാനായിട്ട് പോകുമ്പോൾ പലവരെയും മുഷിയുന്ന തരത്തിൽ പ്രവർത്തിക്കേണ്ടി വരും. അവരുടെ വിദ്വേഷം ഉണ്ടാവും. അവർ ചത്തിട്ടാണെങ്കിൽ അവിടെ കാത്തു വെക്കും, അവിടെ എത്തുമ്പോൾ ശരിയാക്കാൻ വേണ്ടിയിട്ട്. ഇത് 9 പറയുകയാണ്, ഇത്തരം അവസ്ഥയിൽ പ്രയോജനപ്പെടുത്തുന്ന ഒരു ചരിത്രകഥ. ഇത്തരം അവസ്ഥയിൽ ഇപ്പം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് രാജാവ് കടന്നു പോകേണ്ടത്. ആ അവസ്ഥയിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു കഥ ഞാൻ പറഞ്ഞു തരാം. അത് പുരഞ്ജനൻ്റെ കഥയാണ്. എന്നിട്ടാണ് ഈ പുരഞ്ജനൻ്റെ കഥ പറഞ്ഞു കൊടുക്കുന്നത്. ഇതെന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ടതാണ്. 10 പറയുകയാണ്, പുരഞ്ജനൻ എന്നു പേരായുള്ള കീർത്തിമാനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. നല്ല കീർത്തിമാനാണ്. അദ്ദേഹത്തിന് പ്രവൃത്തിയെപ്പറ്റിയും പേരെന്തെന്നു പോലും അറിയാത്ത ഒരു ചങ്ങാതിയും ഉണ്ടായിരുന്നു. അവന് പ്രവൃത്തിയെ പറ്റിയൊന്നും അറിയില്ല, പേരെന്തെന്താണെന്നും അവൻ്റെ പേര് പോലും ശരിക്കറിയില്ല. അങ്ങനെയുള്ള ഒരു ചങ്ങാതിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പം നല്ല രാജാവാണ്, പക്ഷെ പേര് പോലും അറിയാത്ത, പ്രവൃത്തിയെ പറ്റിയൊന്നും അറിയാത്ത ഒരു ചങ്ങാതിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രാജാവാരായിരിക്കും? ജീവാത്മാവാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, ജീവാത്മാവ് ഒരു ശരീരം സ്വീകരിച്ചിട്ടാണ് നമ്മളായിട്ടെല്ലാം ജീവജാലങ്ങളായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ ജീവാത്മാവാണ് രാജാവ്. പേരൊന്നും അറിയാതെ ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, എപ്പം ജീവാത്മാവിന് എപ്പോഴും കൂട്ടായിട്ട് ഒരു സാക്ഷിയായിട്ട് ഒരു കക്ഷിയുണ്ട്. അതാരാണ്? പരമാത്മാവ്, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറം ചിന്തിക്കുകയാണെങ്കിൽ ഈശ്വരൻ. ഈശ്വരന് പേരൊന്നുമില്ല, അതിന് പ്രവൃത്തി അറിയില്ല, ഒന്നും ചെയ്യാനും അറിയില്ല. അതായത് നിർഗുണമായ ഒരു ബ്രഹ്മമുണ്ടായിരുന്നു. ആ ബ്രഹ്മത്തിൽ നിന്നാണ് ഈ ജീവാത്മാവ് ഉത്ഭവിച്ചിരിക്കുന്നത്. ആ ജീവാത്മാവിൽ നിന്നാണ് ഇനി ജീവജാലങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. ഇത് ആ ഈശ്വരൻ്റെ കൂട്ടുകാരനാണ്. അതായത് അവർ തമ്മിലൊരു ബന്ധമുണ്ട്. കൂട്ടുകാരനെന്ന ബന്ധമേ ഉള്ളൂ, അല്ലാതെ കടപ്പാടൊന്നുമില്ല. അങ്ങനെ ഈ രാജാവ്, സർവസമർത്ഥനായ അദ്ദേഹം സുഖവാസ കേന്ദ്രം അന്വേഷിച്ചു നടന്നു. അപ്പം ജീവാത്മാവ് ഒരു പുതിയൊരു സുഖവാസ കേന്ദ്രം ഭൂമിയിൽ വരണമല്ലോ, ഒരു കൊച്ചായിട്ട് ജനിക്കണമല്ലോ. സുഖവാസ കേന്ദ്രം അന്വേഷിച്ച് നടന്നു, ചുറ്റി നടന്നു. തനിക്ക് യോജിച്ചത് കിട്ടാതെ വന്നപ്പോൾ മനപ്രയാസം നേരിട്ടു. അപ്പം ജീവാത്മാവ് എല്ലായിടത്തും കയറി പോവില്ല, അതിന് പറ്റിയ ഒരു ശരീരം കിട്ടുമ്പോഴേ അതിൻ്റെ അകത്ത് കയറുള്ളൂ. അപ്പം അതിങ്ങനെ അന്വേഷിച്ച് നടന്നു. ജീവാത്മാവിന് ശരീരം എന്തിനാണ്? കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട്, കിടക്കാൻ വേണ്ടിയിട്ടാണ് ജീവാത്മാവ് ജനിക്കുന്നതെങ്കിൽ നല്ല കിടക്കാൻ ആരോഗ്യമുള്ള ശരീരം കിട്ടിയാലല്ലേ കയറാൻ പറ്റൂ. അല്ലാതെ ഒരു ആരോഗ്യമില്ലാതെ ഏതൊക്കെ ഒരു ജനിതക ഘടനയിൽ കയറിയിട്ട് ജനിച്ചാൽ എങ്ങനെയാണ് കിടക്കുന്ന? അല്ലെങ്കിൽ ചിന്തിച്ചിട്ട് വലിയ പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തേണ്ട ഒരു ശരീരത്തിലാണ് ജനിക്കേണ്ടതെങ്കിൽ അതിനനുസരിച്ച ശരീരം കിട്ടണ്ടേ. അപ്പം അതെങ്ങനെ ചുറ്റിക്കറങ്ങി കുറെ കാലം നടക്കും ജീവാത്മാവ്, അതിന് അനുസരിച്ച ഒരു ശരീരം കിട്ടുന്നവരെ. പുരുഷനും പ്രകൃതി എന്ന സങ്കല്പം. അങ്ങനെ അത് ചുറ്റിക്കറഞ്ഞപ്പോൾ 12 പറയുകയാണ്, ഭൂതലത്തിൽ എത്രത്തോളം പുരങ്ങൾ ഉണ്ടായിരുന്നുവോ എത്രയോ പുരങ്ങളുണ്ട്. അതൊന്നും അതിന് ഇഷ്ടപ്പെട്ടില്ല. അതായത് ഒരു ബീജവും അണ്ടവും കൂടി ചേരുമ്പോൾ എത്രയോ ബീജങ്ങളുണ്ട്. അത് അന്വേഷിച്ച് നടന്ന് കിട്ടാതെ അവസാനം നശിച്ചു പോകുന്നുണ്ട്. ഏതോ ഒന്ന് മാത്രമാണ് അവസാനം അണ്ടുമായിട്ട് കൂടിച്ചേരുന്നത്. അതേമാതിരി ഈ ജീവാത്മാവ്
ഭൂമിയിൽ പലയിടത്തും കറങ്ങി നോക്കി, എവിടെ പോയാലാണ് അതിന് കിട്ടുക? പല യോനികളിലാണ് ജീവജാലങ്ങൾ ജനിക്കുന്നത്. അപ്പം നല്ലൊരു ആരോഗ്യമുള്ള ഒരു മനുഷ്യനായിട്ട് ജനിക്കണമെങ്കിൽ മനുഷ്യ യോനികളിലെല്ലാം ഈ ജീവാത്മാവ് പോയി തപ്പി നോക്കിക്കൊണ്ടിരിക്കും, എനിക്ക് പറ്റിയ ശരീരമുണ്ടോ. എന്നിട്ട് വേണ്ട അതിന് ആവശ്യമുള്ള തരത്തിലുള്ള ശരീരമുള്ള വ്യക്തികളിൽ യോനികളിലൂടെ അത് കയറിയിട്ടാണ് ആ അണ്ടവുമായി കൂടിച്ചേർന്നിട്ട് കുട്ടിയായിട്ട് വരുന്നത്. അപ്പം ഇത് കുറേ കാലം നടന്നു നോക്കി, ഒരുത്തിയിലും അദ്ദേഹത്തിന് പറ്റിയ പുരം, താമസിക്കാൻ പറ്റിയ വീട്, അതിൻ്റെ വീടെന്താണ്? ശരീരം. അല്ലെങ്കിൽ ആ ജനിതകം ആദ്യമായ അണ്ടവും ബീജവും കൂടിച്ചേരുന്ന ആ സംഗതി അത് കണ്ടെത്തിയില്ല. ഇനി 13 അങ്ങനെ 13 പറയാണ്, അങ്ങനെ അദ്ദേഹം സഞ്ചരിച്ചപ്പോൾ ഒരു ഹിമാലയ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ, ഒരു ഹിമാലയം വരെയുള്ള പുരിയുടെ താഴ്വരയിൽ 9 കോട്ടപ്പടികളുള്ള സർവലക്ഷണവുമൊത്ത ഒരു പുരിയെ കണ്ടു. ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ, ഹിമാലയം എന്ന് പറഞ്ഞാൽ ലിംഗമായിട്ട് എടുക്കാം, ആ ലിംഗത്തിൻ്റെ താഴ്വരയിൽ തടാകമുണ്ട്. ആ തടാകത്തിൻ്റെ തീരത്തിൽ 9 കോട്ടപ്പടികളുള്ള ഒരു പുരിയെ, ഒരു ഗൃഹം, അതായത് ഒരു അണ്ടവും ബീജവും കൂടിച്ചേരുന്ന ആ സംഗതിയെ അദ്ദേഹം കണ്ടെത്തി. ഇനിയുള്ളത് അതിൻ്റെ എല്ലാം വർണ്ണനകളാണ്. അതിനൊരു കെട്ടിടമായിട്ടാണ് സങ്കല്പിക്കുന്നത്. ആ പുരിയുടെ വർണ്ണനകളാണ് പുരത്തിൻ്റെ. കാരണം അത് വികസിച്ചിട്ടാണ് ഈ വലിയൊരു ശരീരമായിട്ട് മാറുന്നത്. ഈ ശരീരത്തെ തന്നെ പ്രകൃതിയിലുള്ള നദികളെല്ലായിട്ട് നമ്മൾ പണ്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഈ ശരീരം തന്നെ പ്രകൃതിയുടെ ഒരു പതിപ്പാണ്. അപ്പം ഈ മൂക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ ഹിമാലയായിരിക്കും, ഈ വായ എന്ന് പറയുന്ന തടാകമായിരിക്കും, ഈ ഞരമ്പ് എന്ന് പറയുന്നത് നദികളായിരിക്കും. അങ്ങനെയെല്ലാം കവിഭാവനയിൽ വരും. ഇത് വലിയൊരു സുന്ദരമായ തടാകമെല്ലാമാണ്. അത് ഏതിൻ്റെ അകത്തുണ്ട്? ഈ അണ്ടവും ബീജവും കൂടിച്ചേരുന്ന ആ സംഗതിയിൽ, അതിൻ്റെ ജനിതക ഘടനയിൽ സൂക്ഷ്മമായിട്ട് അതെല്ലാം അതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ വർണ്ണനയാണ് ഇവിടെ പറയാൻ പോകുന്നത്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് മനസ്സിലായിക്കൊള്ളുക. 14 മതിൽക്കെട്ടുണ്ട്, പൂന്തോട്ടമുണ്ട്. വേണ്ടിക്ക് ഇതൊരു പൂന്തോട്ടമായിട്ട് പറയാം. പൂന്തോട്ടത്തിൽ നല്ല ചെടികൾ വളർന്ന് അടുക്കിയ മുടിയായിട്ട് പൂന്തോട്ടമുണ്ട്, കൊത്തളമുണ്ട്, കിടങ്ങുണ്ട്, പ്രവേശന കവാടമുണ്ട്, ബഹിർദ്വാരമുണ്ട്, പ്രവേശിക്കാനുള്ള ദ്വാരമുണ്ട്. വെടിക്ക് വായിലൂട്ട കയറി ചെയ്യാം, മറ്റേ വഴിയിലൂട്ട ബഹിർഗമിക്കാനുള്ള വഴികളുമുണ്ട്. സ്വർണം, വെള്ളി മൂലായ താഴിക കുടങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിലെ എല്ലാ ലോകങ്ങളും എല്ലാം അതിൻ്റെ അകത്തുണ്ട്. പിന്നെ അദ്ദേഹം കണ്ടത് ഇന്ദ്രനീലം, സ്ഫടികം, വൈഡൂര്യം, മുത്ത്, മരതകം, മാണിക്യം, ഇങ്ങനെയുള്ള പല എല്ലാം കൂടി എന്നിവയാൽ തീർത്ത മണിമാളിക. അങ്ങനെയുള്ളൊരു ലോകം, സുന്ദരമായ ലോകമാണ് ആ ചെറിയ ബീജു അണ്ടവും കൂടി ചേർന്ന് അതിൻ്റെ അകത്ത് ആ ശരീരത്തിൽ പുരിയിൽ അദ്ദേഹം കണ്ടെത്തിയത്. അതിൽ 14 സഭാമണ്ഡലങ്ങളുണ്ട്, 4 കവലകളുണ്ട്, രഥവീതികളുണ്ട്, ക്രീഡാനിലയങ്ങളുണ്ട്, അങ്ങാടികളുണ്ട്, വിശ്രമ കേന്ദ്ര കെട്ടിടങ്ങളുണ്ട്, കൊടിമരങ്ങൾ, ഇങ്ങനെയെല്ലാം കുറേയെല്ലാം ഉണ്ട്. അതിൻ്റെ എല്ലാം വർണ്ണന പ്രകൃതി ശരീരത്തിൽ ഒരു സുന്ദരമായ, വേദങ്ങളിൽ തന്നെ അവസാനത്തെ വേദത്തിൽ, ഉപനിഷത്തിൽ, അവസാനത്തെ ഉപനിഷത്തിൽ ഈ മനുഷ്യ ശരീരത്തെ ഈ പ്രകൃതിയായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ വർണ്ണനയുണ്ട്. അതിന് സമാനമായിട്ടുള്ളതായിട്ട് ഇതിനെ കണ്ടാൽ മതി. ഇനി 17 മുതൽ 20 വിവിധതരം വൃക്ഷലതാദികളുണ്ട്, പക്ഷികളുണ്ട്, വണ്ടുകളുണ്ട്, ജലാശയം, വന്യമൃഗങ്ങൾ, അവിടെ ബാഹ്യഭാഗങ്ങൾ 100 കണക്കിന് സ്ത്രീകളുടെയും ഭൃത്യന്മാരുടെയും കൂടെ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു തരുണീമണിയെ കണ്ടു. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് ആ ഗർഭപാത്രത്തിൽ ഉള്ള ഇതിലെല്ലാം ചുറ്റിക്കറങ്ങി നടന്നപ്പോൾ അതിന് പറ്റിയ
ശരീരമുള്ള ഒരു തരുണീമണിയെ ആര് കണ്ടു? ഈ ജീവാത്മാവ് കണ്ടു. അതായത് അതിൻ്റെ ശരീരത്തെ അത് കണ്ടെത്തി. അവിടെ ഒരു വീടുമുണ്ട്, ഒരു സുന്ദരമായ സ്ത്രീയും, ആ പുരുഷനും സ്ത്രീയും. അതിലാണ് നെഗറ്റീവ് ഉള്ളത്. പുരുഷൻ പ്രകൃതിയും പുരുഷൻ സ്ത്രീയും, അല്ല പുരുഷൻ ആ ശക്തി വിശേഷവും ഇവിടെ പുരഞ്ജനായിട്ട് എടുക്കാം. സ്ത്രീ എന്നത് ആ പ്രകൃതി, അതായിട്ട് ആ ശരീരമായിട്ട് എടുക്കാം. ഇനി 21 മുതൽ 24 വരെ. ഈ 17 തന്നെ 10 ഭൃത്യന്മാരെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ഭൃത്യന്മാര് എന്ന് പറയുന്നത് സേവകരാണ്, സഹായിക്കുന്നവരാണ്. അപ്പോൾ ഈ ശരീരത്തിൻ്റെ അകത്ത് സേവിക്കുന്ന 10 പേരാരാണ്? നമ്മളെ സേവിക്കാനിരിക്കുന്ന 10 പേരാരാണ്? ഈ ജീവാത്മാവിനെ സേവിക്കാൻ ശ്രമിക്കുന്ന 10 പേരാരാണ്? നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളുമാണ്. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും, കാണുക, കേൾക്കുക, ഇതിലൂടെയെല്ലാമാണ് നമ്മളെ സഹായിക്കുന്നത്. കർമ്മം ചെയ്യാനായിട്ട് അതുണ്ട്. പിന്നെ സ്ത്രീ എന്നത് ആ ബുദ്ധിയും മനസ്സും എല്ലായിട്ട് ചിന്തിച്ചാൽ മതി. ബുദ്ധിയും മനസ്സുമെല്ലാമാണ് വിഷയങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. അതാണ് ആ സ്ത്രീയായിട്ട് അവിടെ ചിന്തിക്കേണ്ടത്. ആ മനസ്സിലുള്ള ഞാൻ എന്ന ചിന്ത, ആ മനസ്സ്, ഇതെല്ലാമാണ് ബുദ്ധി, ഇതെല്ലാമാണ് അവിടെ സ്ത്രീയായിട്ട് വരുന്നത്. ആ സ്ത്രീക്ക് അതിൻ്റെ പ്രേരണയിൽ പെട്ടുകൊണ്ട് 10 കർമ്മം ചെയ്യാനായിട്ട് 10 ഭൃത്യന്മാരുണ്ട് എന്ന് പറയുമ്പോൾ 10 ജ്ഞാനേന്ദ്രിയങ്ങളും 10 കർമ്മേന്ദ്രിയങ്ങളും ഉണ്ട്. പിന്നെ എന്തുണ്ട്? 21 മുതൽ 24 വരെ പറയുന്നു. 5 തലയുള്ള ഒരു പാമ്പ് കാവലായിട്ട് നിൽക്കുന്നുണ്ട് ആ പുരത്തിന്. ആ ശരീരത്തിന് 5 തലയുള്ള പാമ്പ് എന്ന് പറയുന്നത് ഊർജമായിട്ട് എടുക്കണം. 5 തല എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിൽ പ്രവഹിക്കുന്ന 5 പ്രാണങ്ങളാണ്. പ്രാണനുള്ളിടത്തോളം കാലമല്ലേ നമ്മൾ ജീവിക്കുക. അപ്പം നമ്മളെ സംരക്ഷിക്കുന്ന ആ ഊർജം, അതിന് 10 തരം തലയുണ്ട് എന്ന് പറഞ്ഞാൽ 5 തലയുണ്ട് എന്ന് പറയുമ്പോൾ 5 തരം പ്രാണനുണ്ട്. പ്രാണൻ, അപാനൻ, സമാനൻ എന്നെല്ലാം പറഞ്ഞിട്ട് 5 എണ്ണമുണ്ട്. അതാണ് നമ്മളെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട 5 ഊർജങ്ങൾ, നമ്മളെ നാഡികളിലൂടെ സഞ്ചരിക്കുന്നത്. അതിനെയാണ് ഇവിടെ 5 തലയുള്ള പാമ്പായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അവനെന്താണ് അതിനകത്ത് കണ്ടത്? സുന്ദരമായ ഒരു ശരീരം. അതിനെയാണ് സ്ത്രീയായിട്ട് ഉപമിച്ചിരിക്കുന്നത്. അതിലെന്തുണ്ട്? ആ സ്ത്രീക്ക് അഴകുള്ള മൂക്കുണ്ട്, തിളങ്ങുന്ന പല്ലുകളുണ്ട്, മിന്നുന്ന കവിൾത്തടങ്ങളുണ്ട്, സുന്ദരമായ മുഖമുണ്ട്, അരഞ്ഞാണുണ്ട്, സ്ഥൂല നിതമ്പുണ്ട്, ശ്യാമളാംഗിയാണ്, ചിലങ്കകളിലെല്ലാം മണിനാഥം മുടങ്ങുന്നുണ്ട്. ദേവസുന്ദരിയെ പോലെ ലജ്ജയോടെ തരുണീമണിയെ കണ്ടു. അപ്പം ആ പുരത്തിൻ്റെ സമീപത്ത് അതിൻ്റെ അകത്തായിട്ട് ഈ ജനിതക ഘടനയിലാണ് എന്തുള്ളത്? ഇനി വികസിച്ചു വരുന്ന ആ രൂപത്തിൻ്റെ എല്ലാ സൗന്ദര്യവും, ശരീരമാകുന്ന സ്ത്രീയുടെ എല്ലാ സൗന്ദര്യവും ആ ജനിതക ഘടനയിൽ അദ്ദേഹം കണ്ടു. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, ഇത് തന്നെയാണ് എനിക്ക് പറ്റിയ കക്ഷിന്ന്. അപ്പോൾ 25 വീരനായ പുരഞ്ജൻ അനുരാഗത്തോടെ ശൃംഗാരമധുരമായി പറഞ്ഞു. അവളോട് ചോദിച്ചു. 26 സുന്ദരി, നീ ആരാണ്? ആരുടെ പുത്രിയാണ്? എങ്ങു നിന്ന് വന്നു? എന്ത് ചെയ്യുവാൻ ഭാവിക്കുന്നു? നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. എന്നിട്ട് 27 പറയാണ്, നിന്റെ അനുവർത്തികളായ 10 പേര് നിന്നെ സഹായിക്കാനായിട്ടുണ്ടല്ലോ. അതായത് 10 കണ്ണും 10 ജ്ഞാനേന്ദ്രിയങ്ങളും 10 കർമ്മേന്ദ്രങ്ങളും. അതിന് പുറമായ വേറൊരുത്തനെയും കൂടിയും കാണുന്നുണ്ടല്ലോ, പ്രഭുക്കനായ ഒരുത്തനെയും കൂടിയും കാണുന്നുണ്ടല്ലോ. ഇവരെല്ലാം ആരാണ്? അപ്പോൾ 10 ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരാളെയും കൂടിയും കാണുന്നുണ്ട് സഹായിക്കാനായിട്ട് നിൽക്കുന്ന. അതെല്ലാം ആരാണ്? ഈ പെൺമണികളെ കൂടെ കാണുന്ന സ്ത്രീകൾ, ഇതെല്ലാം ആരാണ്? നിന്റെ മുന്നിൽ കിടക്കുന്ന ഈ സർപ്പം ഏതാണ്? ഈ 5 തലയുള്ള ഒരു സർപ്പം ഉണ്ടല്ലോ, അതെല്ലാം എന്താണെന്ന് അവളോട് ചോദിക്കുകയാണ്. ഇനി 28
എന്നിട്ട് അവളോട് ചോദിക്കുകയാണ്, നീ ഭർത്താവായ ധർമ്മദേവനെ തേടി ഒഴിയുന്ന ലജ്ജാദേവിയാണോ? അതായത് ഭർത്താവിനെ തെരഞ്ഞുകൊണ്ടാണോ നീ ഇവിടെ നിൽക്കുന്നത്? അഥവാ ശിവന്റെ പത്നിയായ പാർവതിയാണോ? അല്ല ബ്രഹ്മാവിൻ്റെ സരസ്വതിയാണോ? അല്ല ലക്ഷ്മി ദേവിയാണോ? അഥവാ നീ സരസ്വതിയാണെങ്കിൽ, ഭർത്താവിനെ തെരയുന്ന സരസ്വതിയാണെങ്കിൽ മറ്റേ നിന്റെ താമരമൊട്ട് എവിടെയാണ്? ഇതെല്ലാം അവളോട് ചോദിക്കുന്നത്. എന്നിട്ട് 29 പറയാണ്, എന്തായാലും നീ ആ ദേവിമാരൊന്നുമല്ല, അതായത് ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ഒന്നും പത്നിമാരൊന്നും ആകാൻ വഴിയില്ല. കാരണം നീ ഭൂമിയിലാണ് നിൽക്കുന്നത്. കാരണം ഈ ഭൂമിയിലാണല്ലോ ഈ സംഭവം ഉള്ളത്, അല്ലാതെ സൂര്യനിലൊന്നുമല്ല. ജീവജാലങ്ങൾ ഉണ്ടാകുന്ന ഭൂമിയിലാണ്. ദേവന്മാരാണെങ്കിൽ എവിടെയാണ്? മുകളിലെല്ലാം, ആകാശത്തിലെല്ലാം. ഇത് ഭൂമിയിലാണല്ലോ. അപ്പം ഭൂമിയിലായതുകൊണ്ട് അതാകാൻ വഴിയൊന്നുമില്ല. അതുകൊണ്ട് വിഷ്ണുവിന് സമാനമായ ദേവിയെപ്പോലെ, വിഷ്ണുവിൻ്റെ പത്നിയെപ്പോലെ നമുക്ക് രണ്ടുപേർക്കും ഇവിടെ ഈ പുരിയിൽ സുഖമായിട്ട് താമസിക്കുവാൻ, എൻ്റെ ഭാര്യയായിട്ട് വാഴുവാൻ നീ അർഹതപ്പെട്ടവളാണ് എന്ന് പറയുകയാണ്. അവളെ സെലക്ട് ചെയ്തു. ഇനി 30 എന്നിട്ട് അവളെ വർണ്ണിക്കുകയാണ്. 30 ഭവതിയുടെ കണക്കണ്ണുകൊണ്ട് ഉള്ളം തകർന്നിരിക്കുന്ന എന്നെ, ലജ്ജാമധുരമായ രതിഭാവത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ശക്തിശാലിയായ എന്നെ ആകെ നീ കുഴക്കുകയാണ്. അതുകൊണ്ട് നീ എന്ത് വേണം? എന്നിൽ പ്രസാദിക്കണം. എന്നിട്ട് എന്താ 31 പറയുന്ന, മയം മനക്കുന്ന സുന്ദരി, അതായത് മനസ്സിനെ മയക്കുന്ന സുന്ദരി, നീ മുഖം ഉയർത്തിയിട്ട് എനിക്കൊന്ന് ദർശനം നൽകുക. എന്നിട്ട് 32 നാരദൻ പറയുകയാണ്, ഇപ്രകാരം കൊഞ്ചിപ്പറയുന്ന ആ പുരഞ്ജനോട് അദ്ദേഹത്തിൻ്റെ മോഹം കലർന്നുകൊണ്ട് പെൺമണി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മോഹം മനസ്സിലാക്കിയിട്ട് ആ പെൺമണി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നിവിടെ ഞാനുണ്ട് എന്ന് മാത്രം എനിക്കറിയാം, മറ്റൊന്നും എനിക്കറിയാൻ പറ്റില്ല. കാരണം ആ ഗർഭപാതത്തിൽ ഉണ്ടാകുന്ന അണ്ടവും ബീജവും ചേർന്നിരിക്കുന്ന ആ ശരീരത്തിന് അത് എവിടെ നിന്നാ വന്നതെന്നൊന്നും അറിയില്ല, അതിനറിയാനുള്ള വഴിയില്ല. ഇന്ന് ഞാനിവിടെ ഉണ്ട് എന്ന് മാത്രം എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് കുലുവില്ല പേരുമില്ല. അവിടെ കിടക്കുന്നതിന് കുലുവില്ല പേരുമില്ല. എൻ്റെ കർത്താവിനെയും ആർക്കും ഒന്നും എനിക്കറിയില്ല. എന്നെ ആരാണ് സൃഷ്ടിച്ചതൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ ഇവിടെ കിടക്കുകയാണ് ഒറ്റക്കായി. എൻ്റെ 34 പറയുകയാണ്, ഇന്നിവിടെ ഞാനുണ്ടെന്ന് മാത്രമേ എനിക്കറിയാം, ബാക്കിയൊന്നും എനിക്കറിയില്ല. എനിക്കായി നിർമ്മിച്ച ഈ പുരം, എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു വലിയ പുരമുണ്ട്. അപ്പോൾ ആ പുരുഷൻ്റെ നെഗറ്റീവാണ് ഈ സ്ത്രീയായിട്ട് ചിത്രീകരിക്കേണ്ടത്. ആ ശരീരമാകട്ടെ അതിൻ്റെ പുരവുമാണ്. അപ്പോൾ എനിക്കായിട്ട് ഒരു പുരം ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അത് ആരാണ് നിർമ്മിച്ചതെന്നൊന്നും എനിക്കറിയില്ല. എന്നിട്ട് ഈ ഇവിടെ കൂട്ടം കൂടിയിരിക്കുന്ന പുരുഷനും സ്ത്രീകളും എൻ്റെ സഖാക്കളും സഖിമാരുമാണ്. ഇതെല്ലാം എൻ്റെ കൂട്ടുകാരാണ്. അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലോ അതിൻ്റെ കൂട്ടത്തിലുണ്ട്. ആ ജീവനെ നിലനിർത്താൻ വേണ്ടി സംരക്ഷിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും എന്തിലുണ്ട്? ആ പുരത്തിലും ആ ജനിതക ഘടനയിലെല്ലാം അവളെ സംരക്ഷിക്കാൻ വേണ്ട എല്ലാം അതിനകത്തുണ്ട്. അതെല്ലാം സഖികളാണ്, എന്നെ സഹായിക്കാൻ വേണ്ടിയുള്ളവരാണ്. ഈ സർപ്പം എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ, ഞാൻ ഉറങ്ങുമ്പോഴും എന്നെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ ഉറങ്ങുന്ന സമയമാണെങ്കിലും ഈ സർപ്പം എന്ന് പറഞ്ഞാൽ അതിലൂടെ പ്രവഹിക്കുന്ന പ്രാണൻ, 5 പ്രാണങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? എന്നെ സംരക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് 36 പറയണേ, എൻ്റെ ഭാഗ്യം താങ്കൾ വന്നുവല്ലോ. നീ വന്നത് വലിയ ഭാഗ്യമായി. കാരണം ആ ജീവാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ശരീരത്തിൽ നിന്ന് വളർന്നിട്ട് വലുതായിട്ട് മാറാൻ പറ്റുകയുള്ളൂ, ശരിയായ അവസ്ഥയിലേക്ക് മാറാൻ പറ്റുകയുള്ളൂ.
അപ്പൊ അങ്ങ് വന്നിരിക്കുന്ന എന്തിനാണ്? ഈ ഇന്ദ്രിയങ്ങളുടെയുള്ള സുഖം ആഗ്രഹിച്ചുകൊണ്ടാണ് അങ്ങ് വന്നിരിക്കുന്നത്. ഈ ജീവാത്മാവിന് ഈ ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന സുഖങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് അങ്ങിവിടെ ജീവാത്മാവ് വന്നിരിക്കുന്നത്. ഏതെല്ലാം ഇന്ദ്രിയം? കണ്ണുകൊണ്ട് കാണണം, ചെവിടുകൊണ്ട് നല്ലതെല്ലാം കേൾക്കണം, ശ്വസിക്കണം, അങ്ങനെ എല്ലാ അവയവങ്ങളും ഉണ്ടല്ലോ. അതിലുള്ള എല്ലാ സുഖവും അനുഭവിക്കാൻ വേണ്ടിയാണ് അങ്ങ് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങെന്ത് ചെയ്യുക? അതിനെല്ലാം വേണ്ടുന്നവരെ അങ്ങേക്കത് എൻ്റെ വേണ്ടപ്പെട്ടവരോടൊത്ത് നിറവേറ്റിക്കൊള്ളണം. അതുകൊണ്ട് അങ്ങ് വന്നിട്ട് അങ്ങേര് ഈ ശരീരം എന്തെല്ലാം വേണ്ട, എൻ്റെ കൂടെയുള്ള എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അങ്ങേക്ക് വേണ്ട പോലെ അങ്ങയുടെ ആഗ്രഹം നിറവേറ്റി കൊണ്ടുകൊള്ളുക എന്ന് പറയുകയാണ്. അതായത് ജീവാത്മാവ് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആ അവയവങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് സുഖിച്ച് ജീവിക്കാൻ പോകുന്നത്. ഇതിന് 37 പറയാണ്, താങ്കൾ എന്നാൽ അടുക്കലെത്തിക്കപ്പെട്ട കാമഭോഗങ്ങളെ സ്വന്തമാക്കിക്കൊണ്ട് നൂറ്റാണ്ട് കാലത്തോളം അങ്ങ് 9 ഉമ്മറ മുഖങ്ങളുള്ള ഈ പുരിയെ സ്വന്തമാക്കിയാൽ. ഈ വീടുണ്ടല്ലോ 9 മുഖങ്ങളുണ്ട്. 9 മുഖങ്ങൾ എന്താണ്? 9 ദ്വാരങ്ങളുണ്ട്. ഈ പുരിക്ക്, ഈ ശരീരത്തിന് 9 പുരങ്ങളുണ്ട്, ഉമ്മറ മുഖങ്ങളുണ്ട്, വാതിലുകളുണ്ട്, കണ്ണ് 2, ചെവി 2, അങ്ങനെ 9 ഉണ്ടല്ലോ, നവദ്വാരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ഈ പുരി. അപ്പൊ ഏതിനെ പറ്റിയാണ് ഈ പറയുന്നത്? ജീവാത്മാവ് ഗർഭപാത്രത്തിലുണ്ടായ അണ്ഡവും ബീജവും കൂടിച്ചേർന്നിട്ടുള്ള ആ ഒരു ശരീരത്തെ, ആ ശരീരത്തിൽ എന്തുണ്ട്? ഇനി അത് വികസിച്ച് വരുന്ന എല്ലാ ശരീരത്തിന്റെ ഭാഗങ്ങളെ പ്രകൃതിയായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. പ്രകൃതിയിലുള്ള എല്ലാ ഭാഗങ്ങളും, തടാകവും എല്ലാം നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പുരിയാണ്. അതിലേക്കാണ് ജീവാത്മാവ് വന്ന് കയറിയിട്ട് ഈ പുരി ഉപയോഗിച്ചുകൊണ്ടാണ് ഇനി അത് സുഖങ്ങളെല്ലാം ആസ്വദിക്കാൻ പോകുന്നത്, ഈ അവയവങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ അത് വന്ന് കയറിയിട്ട് അതിനെ കടന്നു വരാൻ വേണ്ടിയിട്ട് 9 ദ്വാരങ്ങളുമുണ്ട്. ഇതിന് 38 എന്നിട്ട് പറയുകയാണ് 38 അങ്ങയെ വിട്ട് രതിസുഖ തൽപരരല്ലാത്ത, ഇതിലൊന്നും താല്പര്യമില്ലാത്ത വ്യക്തികളെ ഞാൻ സ്വീകരിക്കില്ല. അങ്ങയെ സ്വീകരിച്ചത് എന്തുകൊണ്ടാണ്? ഈ ജീവാത്മാവിനെ, ഈ ശരീരം സ്വീകരിച്ചത് അദ്ദേഹത്തിന് ഇതിലെല്ലാം താല്പര്യമുള്ളത് കൊണ്ടാണ്. ഇതിലൊന്നും താല്പര്യമില്ലാത്ത ഒരു കക്ഷിയെ, രതിസുഖ തൽപരനില്ലാത്ത, പരലോക ചിന്തയില്ലാത്ത, നാളെയെപ്പറ്റി പരലോക ചിന്തയില്ലാതെ എന്ന് പറഞ്ഞാൽ മരിക്കുക, ജനിക്കുക, മരിക്കുക, ജനിക്കുക, അങ്ങനെ ഉള്ള വ്യക്തികളിൽ മാത്രമേ ഈ ശരീരം സ്വീകരിക്കുകയുള്ളൂ. ബ്രഹ്മസാക്ഷാത്കാരം നേടിയവർക്കൊന്നും ഇനി ഈ അവസ്ഥയില്ല. ആ ജീവാത്മാവിനൊന്നും ഇനി പോയിട്ട് വേറൊരു യോനിയിൽ പോയിട്ട് ജനിക്കാനും മരിക്കാനും, ജനിക്കാനും മരിക്കാനും അവസരമില്ല. കാരണം അത് സ്വീകരിക്കില്ല, അവരെല്ലാം അങ്ങ് പോയി. അപ്പോൾ ഇതിൽ താല്പര്യമുള്ളവർക്ക് മാത്രമേ ഈ ശരീരത്തിൽ പ്രവേശനമുള്ളൂ. അപ്പം പരലോക ചിന്തയെല്ലാം വേണം. അതായത് ഇവിടെ കർമ്മം ചെയ്തിട്ട് കർമ്മമെല്ലാം തീരുമ്പോൾ പിന്നെയും മരിക്കണം, പിന്നെയും വേറൊരു ശരീരത്തിൽ കയറണം. ആ താല്പര്യമുള്ളവർക്ക് മാത്രമേ ജനന മരണങ്ങളുള്ളൂ. നാളെപ്പറ്റി ചിന്തയില്ലാതെ മൃഗപ്രായന ഞാൻ രമിക്കും, അങ്ങനെയുള്ള ആരുമായി ചെന്ന് ഞാൻ രമിക്കാൻ തയ്യാറില്ല. 39 ഗൃഹസ്ഥാസ്ത്ര വൃത്തിയിൽ മാത്രമേ ധർമ്മ അർത്ഥ കാമ മോക്ഷ സുഖം, സന്താന സുഖം, മോക്ഷം, കീർത്തി അല്ലല്ലാത്ത ലോകം ഉള്ളൂ. അങ്ങനെ ഗൃഹസ്ഥാശ്രമ ധർമ്മം, ശരീരം വലുതായി കല്യാണമെല്ലാം കഴിച്ച് കുടുംബങ്ങളെല്ലാമായിട്ട് ജീവിക്കുന്ന ഇതിൽ താല്പര്യമുള്ള ജീവാത്മാവിന് മാത്രമേ എന്തുള്ളൂ? ഈ ലോകം അനുഭവിക്കാൻ പറ്റുള്ളൂ. ഈ ഭൗതിക ലോകത്തിൽ ഈ സുഖങ്ങൾ അനുഭവിക്കാൻ പറ്റുള്ളൂ. ഇവയെ സന്യാസി അറിയുന്നില്ല. എന്നാൽ ഇതിലൊന്നും താല്പര്യമില്ലാത്ത സന്യാസത്തിൽ സ്വീകരിച്ചവർക്ക്, അതായത് ആരെങ്കിലും ജീവിതത്തിൽ സന്യാസം സ്വീകരിച്ചിട്ട് മോക്ഷം തേടിയെങ്കിൽ അവർക്ക് പിന്നെ എന്തില്ല? ഈ ഒരു ജനന മരണ പ്രക്രിയയിലുള്ള
ഈ പരിപാടി അവർക്ക് ലഭിക്കില്ല. ഇനി 40 ഇത് 40 പറയുകയാണ്, ഇത് ആർക്കാണ് അർഹത? ഈ പ്രപഞ്ചത്തിലെ പിതൃക്കൾ, മരിച്ചവർക്ക്. മരിച്ചിട്ട് അങ്ങ് പോയവർ പിന്നെ എന്ത് ചെയ്യും? കുറേ കഴിയുമ്പോൾ ജനിച്ചിട്ട് ഇതേമാതിരി ശരീരത്തിൽ വന്നിട്ട് ചേരും. അപ്പം പിതൃക്കൾക്കും ദേവകൾക്കും എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഈ ശരീര നിർമ്മാണത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വസ്തുക്കളും അപ്പോൾ ദേവകൾക്ക്, ഋഷികളൊന്നും ബ്രഹ്മസാക്ഷാത്കാരം നേടിയവരല്ല, അവരെല്ലാം വേദങ്ങൾ എഴുതിയവരെല്ലാം. അവർക്ക് ഈ ഭൗതിക ലോകത്തിലുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം വിട്ടുപോകുന്നവരാണ് സന്യാസികൾ. ഋഷികളെല്ലാം ഇനി ജനിച്ചുകൊണ്ടേയിരിക്കും. മനുഷ്യർക്ക്, മറ്റ് ചരാചര ജീവികൾക്കെല്ലാം ഗൃഹസ്ഥാശ്രമം എന്ന ഈ ക്ഷേമകരമായ ഈ ബന്ധനം അവർക്കാണുള്ളത്. ഇതൊരു ബന്ധനം തന്നെയാണ്. സമൂഹവുമായിട്ട്, സംസാര ചക്രവുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കുടുംബമായിട്ടും ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിലൂടെയെല്ലാം ആർക്ക് ഈ ഒരു ശരീരം സ്വീകരിച്ചുകൊണ്ട് ഈ ചക്രത്തിലൂടെ കടങ്ങുക എന്നത് അങ്ങനെയുള്ളവർക്കുള്ള അവലംബമാണ്. ഏത്? ഈ തരത്തിലുള്ള ജീവാത്മാവ് ഗർഭാശയത്തിൽ വെച്ച് അണ്ടവും ബീജവുമായിട്ട് ചേർന്നിട്ടുള്ളതുമായിട്ട് കൂടിച്ചേർന്നിട്ട് പുതിയൊരു ജീവിയായി തീരുക. അവർക്കുള്ള ഏക അവലംബ മാർഗം ഇത് മാത്രമാണ്. ഇങ്ങനെ ജനിച്ചേ പറ്റുള്ളൂ. മനുഷ്യന് 2 വഴിയാണുള്ളത്. ഒന്നിച്ച് മരിച്ചിട്ട് ബ്രഹ്മസാക്ഷാത്കാരം, പിന്നെ പുനർജന്മമില്ല. അല്ലാത്തവർക്കെല്ലാം തന്നെ പിതൃക്കളായിട്ട് മുകളിൽ പോകാം. ഋഷികളായാലും മനുഷ്യരായ ആരായാലും അവർക്കുള്ള ഏക അവലംബ മാർഗം ഇതാണ്. ഗർഭപാത്രത്തിൽ ഏതെങ്കിലും യോനിയിൽ പോയി ഗർഭപാത്രത്തിൽ പോയിട്ട് അവിടെ വെച്ചിട്ട് ആ ജീവാത്മാവാണ് ഞാൻ, അവിടെ വെച്ചിട്ട് അവിടെ ഉണ്ടാകുന്ന ശരീരവുമായിട്ട് അണ്ടവും ബീജവും കൂടി ചേർന്നിട്ടുള്ള അതിലേക്ക് കയറിയിട്ട് പുതിയ ജീവനായിട്ട് മാറിക്കോളും. ആ ഒരു വഴിയെ അവർക്ക് പറഞ്ഞിട്ടുള്ളൂ. ഇനി 41 പിന്നെ 41 പറയുകയാണ്, അങ്ങനെ പോലെയുള്ള വീരവാനായ, ഉദാരനായ, സുന്ദരനായ, സ്വയം സമാഗതനായ അങ്ങയെപ്പോലെയുള്ള ഒരാളെ എന്നെ പോലെയുള്ളവൾ തീർച്ചയായും ഭരിക്കാതിരിക്കില്ല. അത് ചോദിക്കേണ്ട ആവശ്യമില്ല. വന്നു കഴിഞ്ഞാൽ നേരെ ഭരിച്ചോളും. എന്തായിരിക്കും? എല്ലാ ഗുണങ്ങളും തികച്ചവനാണ് ഈ വരുന്ന ജീവാത്മാവ്. സുന്ദരനാണ്, ഉദാരനാണ്, വീരനാണ്, അതെല്ലാം ഉള്ള അതാണ്. വന്നിട്ട് ഇവളടുത്ത് വരുമ്പോൾ എന്നെ പോലെയുള്ള സ്ത്രീകൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ഭരിക്കുക തന്നെ ചെയ്യും, ഭരിക്കാതിരിക്കില്ല. അതുകൊണ്ട് 42 അതുകൊണ്ട് പറയുകയാണ്, ഹേ മഹാപ്രഭു, ജനങ്ങളുടെ ദുഃഖം അകറ്റുവാൻ വേണ്ടി ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന അങ്ങയുടെ, അപ്പോൾ ഇത് ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് ലോകത്തെ ഭരിച്ചിട്ട് ജനങ്ങളുടെ കഷ്ടപ്പാടെല്ലാം അകറ്റാൻ വേണ്ടിയിട്ടാണ് ഇതേ ജനിക്കാൻ പോകുന്നത്. ഈ പുരഞ്ജനൻ. അപ്പോൾ അങ്ങനെയുള്ള ഈ പുരഞ്ജനനെ അങ്ങയുടെ സർപ്പശരീരം പോലെയുള്ള നീണ്ടുരുണ്ട പതുത്ത കൈത്തണ്ടകളിൽ, സർപ്പശരീരം പോലെയുള്ള പതുത്ത കൈത്തണ്ടകളിൽ എന്നെല്ലാം പറയുമ്പോൾ ഈ ജനിതക ഘടനയുടെ രൂപം സർപ്പത്തിൻ്റെ മാതിരി, ഒരു ചുറ്റുകോണി മാതിരിയാണ് അതിനെ വർണ്ണിച്ചിരിക്കുന്നത്. ആ ഒരു വർണ്ണന തന്നെയാണ് ഇവിടെയും വരുന്നത്. ആ കൈത്തണ്ടയിൽ ചേരുവാൻ ഏതൊരു തീയയുടെ മനമാണ് കൊതിക്കാത്തത് എന്ന് പറയുകയാണ്. അപ്പം എനിക്ക് പൂർണ്ണ സമ്മതമാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഈ സർപ്പം ഇതെല്ലാം പറയുമ്പോൾ അതിൻ്റെ ജനിതക ഘടനയുടെ പ്രത്യേകതയും കൂടി ഇവിടെ സൂചിപ്പിക്കുന്ന ഉണ്ട്. ഇത് 43 നാരദൻ പറയുകയാണ്, അങ്ങനെ പ്രാചീന ബർഹിസോട് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണല്ലേ, പുരഞ്ജനൻ്റെ കഥ. ഇങ്ങനെ അവിടെ വെച്ച് ഉടമ്പടിയെല്ലാം ചെയ്ത് 2 പേര് ഉടമ്പടിയെല്ലാം ചെയ്ത് ഭാര്യാഭർത്താക്കന്മാരായിട്ട് ജീവിക്കാമെന്നുള്ള ഉടമ്പടിയെല്ലാം ആയിക്കൊണ്ട് ഒരു കൂടി ചേർന്നുകൊണ്ട് ആ പുരിയിലേക്ക് കടന്നുകൊണ്ട് 100 വർഷം ജീവിച്ചു എന്ന് പറയുകയാണ്. അതായത് മനുഷ്യൻ്റെ ആയുസ് 100 വർഷമാണ്. അതുപോലെ ഏകദേശം റൗണ്ട് ആ 100 വർഷക്കാലം അവരെ ഒരു ഉടമ്പടിയോടുകൂടി ജീവിച്ചു എന്ന് പറയുകയാണ്. എന്നിട്ട് 44 പറയുന്നത്, ഇങ്ങനെ പാഠകരാൽ പാഠപ്പെട്ടുകൊണ്ട് അത് വിവരിച്ചുകൊണ്ടും
ഇങ്ങനെ എല്ലാവരും വർണ്ണിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്ത് അതേ ഉഷ്ണകാലം വന്നപ്പോൾ, വേനൽക്കാലമായപ്പോൾ അവരെന്ത് ചെയ്തു? ആ സമുദ്രത്തിലേക്ക്, ആറ്റിലേക്ക് ഇറങ്ങി എന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ ആ ജീവിതം ആരംഭിക്കുന്നത് ഒരു വലിയ ജലാശയത്തിൽ തന്നെയാണ്. ആറ്റിലൂടെയാണ് അവിടെ സുഷുപ്തിയിലും ഉറങ്ങിക്കൊണ്ടാണ് പിന്നെയുള്ള ജീവിതം കഴിച്ചു കൂട്ടുന്നത് കുറേ കാലം. അതിൻ്റെ അകത്തു നിന്നുള്ള വളർച്ച പ്രാപിക്കുന്നത്, ഒരു പൂർണ്ണ കുട്ടിയാകുന്നത് വരെ ആ ജലാശയത്തിൽ, തടാകത്തിൽ ഉറങ്ങിക്കൊണ്ടും സ്വപ്നം കണ്ടുകൊണ്ടും ആ ഒരു അവസ്ഥയിൽ, സ്വപ്നാവസ്ഥയിലും സുഷുപ്തിയിലെല്ലാമായിട്ടാണ് അതങ്ങനെ കഴിഞ്ഞു കൂടുന്നത് എന്ന് പറയുകയാണ്. ഇനി 45 ഇനി 45 ആ പുലിയുടെ ആ ശരീരത്തിൻ്റെ വർണ്ണനയാണ്, ആ ഘടന പറയുകയാണ്. അതിന് മുകളിൽ ഉയരത്തിൽ 7 എണ്ണമുണ്ട്. അതായത് മുഖത്താണ് എന്തെല്ലാം ഉള്ളത്? 2 കണ്ണും 2 ചെവിയും 2 മൂക്കും 2, 4, 6, ഒരു വായിൽ 7 എണ്ണമുണ്ട്. 9 ദ്വാരങ്ങൾ. ആ ദ്വാരങ്ങളെ സ്ഥാപനങ്ങളെ പറഞ്ഞു തരികയാണ്. മുഖത്താണുള്ളത്, ശരീരത്തിന് മുകളിലാണുള്ളത്. താഴെ 2 ദ്വാരങ്ങളുണ്ട്, വഴികളുണ്ട്. അതേതാണ്? ബുധവും ലിംഗവും ആണ്. അതിലൂട്ടിയാണ് ദേവതകളെല്ലാം പുറത്തേക്കും അകത്തേക്കും എല്ലാം വരുന്നത്. അതായത് കണ്ണിലൂട്ടിയാണ് നമ്മൾ പുറത്തുനിന്നെല്ലാം കാണുന്നത്. വായിലൂട്ടി അകത്തോട്ടും പോകും, വെളിക്ക് പുറത്തേക്കും പോകാം. ശ്വാസം അകത്തേക്കും കയറും, വെളിയിലേക്ക്. അതിൻ്റെ ദേവതകളെല്ലാം ഇതിലൂട്ടിയാണ് പുറത്തേക്കും അകത്തേക്കും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന കുറേ ദേവതകളുണ്ട്. അതിന് 7 ദ്വാരം മുകളിലുണ്ട്, 2 ദ്വാരം താഴത്തും ഉണ്ട്. എന്നിട്ട് 46 അവയുടെ കൂടുതൽ വർണ്ണനകൾ പറയുകയാണ്. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവയിൽ 5 കിഴക്ക് ഭാഗത്താണ്, 5 എണ്ണം, 2, 4, 1, 5 നേരെ മുന്നിലാണുള്ളത്. പിന്നെ 2 എണ്ണം, ഒന്ന് ഇടതും ഒന്ന് വലതുമാണ്. പിന്നെ 2 എണ്ണം പടിഞ്ഞാറ് ഭാഗത്തു സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞതിന് ശേഷം അവയുടെ പേരുകളും പറയുകയാണ്. ഇത് 47 പറയുന്ന ഇതിൽ കത്യോത എന്ന ഇടത്തെ കണ്ണാണ്. കത്യോത എന്ന് പറയുമ്പോൾ ഇടത്തെ ഇതും, ആവിർമുഖി എന്നത് വലത്തെ 2 ദ്വാരവുമാണ്. അതാണ് വലത്തെ കണ്ണായിട്ട് എടുക്കണം. ഇത് രണ്ടും ഒരേ സ്ഥാനത്ത് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലൂടെ ദ്യുമാൻ എന്ന, അവ 2 കണ്ണ് പറഞ്ഞു, അതിലൂടെ ദ്യുമാൻ എന്ന സഖാവോട് കൂടിയിട്ട് പുരഞ്ജനൻ എന്ത് ചെയ്യുന്നു? പുറത്തേക്കുള്ള ലോകത്തേക്ക് പോകുന്നു. ആ പുറത്തുള്ള ദേശത്തിന് വിഭ്രാജിത ദേശം എന്ന് പറയുന്നു. അതായത് ഈ കണ്ണിലൂടെയാണ് പുരഞ്ജനൻ ആരോടുകൂടി? ദ്യുമാൻ എന്ന സുഹൃത്തോടുകൂടി പുറം ലോകവുമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോൾ പുറം ലോകത്തെ കാണുന്നത് ഈ 2 കണ്ണുകളിലൂടെയാണ്. ആര് കാണുന്നത്? ഇതിൻ്റെ അകത്തുള്ള പുരഞ്ജനൻ എന്ന ജീവാത്മാവ് കാണുന്നത്. അപ്പോൾ 2 കണ്ണിൻ്റെ കാര്യം പറഞ്ഞു തന്നു. ആ പുരിയിൽ 9 ദ്വാരങ്ങളുണ്ട് എന്ന് പറയുന്നതിനാണ് ഓരോ പേര് കൊടുത്തിട്ട് ഇവിടെ പറയുന്നത്. അപ്പം 48 ഇപ്പം 2 കണ്ണ് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്നിട്ട് 2 മൂക്കുണ്ട്. മൂക്കിലൂട്ട് വായു കയറിയും കൂടിയും പോകുന്നുണ്ടല്ലോ. അപ്പം മൂക്കിന് 2 പേര് കൊടുത്തിട്ടുണ്ട്, നളിനിയും നാളിനി എന്നും. നളിനിയും നാളിനി എന്ന 2 ദ്വാരങ്ങളുണ്ട്. ഇത് രണ്ടും ഒരു സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. അവിടെ അവധൂതൻ എന്ന സഖാവോട് കൂടിയാണ് സൗരഭദേശത്തേക്ക് പുരഞ്ജനൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ മൂക്കിലൂടെ ശ്വാസം എന്ന നിലയിൽ ബാഹ്യലോകത്തേക്ക് സൗരഭം എന്ന മണവുമായിട്ട് അതിന് അർത്ഥമുണ്ട്. ആ ദേശത്തേക്ക്, അതായത് മണം പിടിക്കാൻ വേണ്ടിയിട്ട് ആ ദേശത്തേക്ക് പുരഞ്ജനൻ എന്ത് ചെയ്യുന്നു? അവധൂതൻ എന്ന സഖാവോടുകൂടി എന്ത് ചെയ്യാണ്? സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നുമുണ്ട്,
അതേപോലെ തന്നെ പുറത്തുള്ള മണൽ ഇതിലൂടെ മണക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അത് രണ്ടും ഒരു സ്ഥലത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനി 49 ഇനി 49 പറയുകയാണ് മുഖ്യ എന്ന 3. അപ്പം 2 2 2 4 പിന്നെ ഒരു വായ, അതാണ് മുപ്പിൽ വെച്ചിരിക്കുന്നത്. എന്നാൽ അവയിലൂടെ മുഖ്യ എന്ന വായിലൂടെ അത് കിഴക്ക് വശത്തുള്ളതായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇതെല്ലാം കിഴക്ക് വശത്തുള്ളതായിട്ട് മുന്നിൽ പ്രവർത്തിച്ചതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൂടെയാണ് ഇനി പുരഞ്ജനൻ സഞ്ചരിക്കുന്നത്. ഏത് രൂപത്തിൽ? ഇവിടെ പുരഞ്ജനൻ സഞ്ചരിക്കുന്ന 2 രസജ്ഞൻ വിപണൻ എന്നീ 2 സഖാക്കളോടുകൂടിയാണ്. ഇത് വായിലൂടെ. അപ്പം 2 സഖാക്കളോടുകൂടിയാണ് പുരഞ്ജനൻ സഞ്ചരിക്കുന്നത്. ഏത് ദേശത്തേക്കാണ്? ആപണം, ബഹൂദനം എന്നീ 2 ദേശത്തേക്ക് സഞ്ചരിക്കുന്നു. അത് ഈ വായിലൂട്ട പോകുന്ന സാധനങ്ങൾ എന്താണ്? ഒന്ന് നമ്മുടെ വാക്കുകൾ, ഭാഷണമാണ്, സംസാരമാണ് വായിലൂടെ പുറത്തേക്ക് പോകുന്നത്. പിന്നെ എന്താണ്? ഭക്ഷണ സാധനങ്ങളാണ്. അപ്പം രസനേന്ദ്രിയം എന്നെല്ലാം പറയുമ്പോൾ രസങ്ങൾ ആസ്വദിക്കാനുള്ള ആ കഴിവെല്ലാം നൽകുന്ന വായിലൂട്ട. അപ്പോൾ വായിലൂട്ട ശബ്ദങ്ങളെല്ലാം വെളിയിലേക്കും വരുന്നുണ്ട്, തിന്നിയും കുടിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട് എന്നർത്ഥം. അങ്ങനെ അതുകൊണ്ടാണ് അവിടെ 2 സഖാക്കളുണ്ട്, കൂട്ടുകാരുണ്ട് എന്ന് പറഞ്ഞത്. ഇനി 50 പറയുകയാണ് തെക്ക് ഭാഗത്തെ പിതൃഹു എന്ന നിർഗമദ്വാരത്തിലൂടെ തെക്ക് ഭാഗത്തെ ഒരു ചെവിയിലൂട്ട് പിതൃഹു എന്ന അതിനെ പേര് കൊടുത്തിരിക്കുന്ന പിതൃഹു എന്ന നിർഗമ വഴിയിലൂടെ ശ്രുതധരൻ എന്ന സഹാവോടുകൂടി പുരഞ്ജനൻ പുറത്തെ ലോകവുമായിട്ട് ബന്ധപ്പെടുന്നു. അതായത് ഈ ചവിട്ടിലൂടെ ഈ ഭാഗത്തുള്ള ശബ്ദങ്ങളെയെല്ലാമത്തെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി 51 വടക്ക് ഭാഗത്ത് ദേവഹു എന്ന ഈ ദ്വാരത്തിലൂടെ ശ്രുതവരൻ എന്ന സഖാവോടുകൂടി പുരഞ്ജനൻ എന്ത് ചെയ്യുന്നു? ആ ലോകത്തിലേക്കും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തെക്കൻ പഞ്ചാലം എന്ന ദേശവുമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇവിടെ വടക്കൻ പഞ്ചാല ദേശം എന്ന ദേശവുമായിട്ട് പറഞ്ഞിരിക്കുന്നു. അവിടെ പോയി വരുന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത്? ശബ്ദങ്ങൾ. ഈ പുരഞ്ജനൻ അകത്തിരിക്കുന്ന ജീവാത്മാവ് കേൾക്കുന്നത് ഇടത്തുള്ളതും വലത്തുള്ളതും 2 ദേശത്ത് നടക്കുന്ന സംഭവവികാസങ്ങളെ കേൾക്കുന്നത് ഈ ദ്വാരത്തിലൂടെയാണ്. ദ്വാരത്തിനൊരു പേര് കൊടുത്ത് എന്നാണ് നിലയിൽ കണ്ടാൽ മതി. അപ്പം 2 2 2 4 5 6 7. ഇനി താഴത്തെ 2 പേര് ഉണ്ട്. ഇനി താഴെയുള്ള പടിഞ്ഞാറ് ഭാഗത്തിലൂടെ ആസുരി എന്ന വഴിയിലൂടെ, അതായത് ലൈംഗിക അവയവത്തിലൂടെ ദുർമദൻ എന്ന സഖാവോടുകൂടി എന്ത് ചെയ്യുന്നു? ഗ്രാമകം ദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു ദേശത്തേക്ക് അതിലൂടെ ഈ പുരഞ്ജനൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ പടിഞ്ഞാറ് ഭാഗത്ത് പിന്നെ എന്തുണ്ട്? നിര്യതി എന്നൊരു സ്ഥലമുണ്ട്. അതായത് മലമൂത്രമെല്ലാം ചെയ്യുന്ന ഭക്ഷണമെല്ലാം വെളിയിലേക്ക് ഉപയോഗം കഴിഞ്ഞാലും കളയുന്ന ആ ദ്വാരത്തിലൂടെ ലുബ്ധകൻ എന്ന സഖാവോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ പുരഞ്ജനൻ സഞ്ചരിക്കുന്നത് പുറത്തേക്ക്. അത് പോകുന്ന ദേശത്തിന് വൈശസം എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത്. അവിടത്തേക്ക് അതിലൂടെയും പുരഞ്ജനൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 9 നവദ്വാരങ്ങളെ പറ്റിയും പറഞ്ഞു. അതിലൂടെയാണ് പുറത്തും ലോകവുമായിട്ട് അത്തരം കാര്യങ്ങൾ, വിഷയങ്ങളുമായിട്ട് അത് ബന്ധപ്പെടുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞ് വച്ചിരിക്കുന്നത്. ഇനി ഈ 54 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് 2 സഹായികളുണ്ട്. ആര്? ഈ ജീവാത്മാവിന്. ആ പുരവാസികളുടെ ഇടയിൽ 2 സഹായികൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർവാക്ക്, വേഷസ്കൃത്ത്. ഇവർ കുരുടന്മാരാണെന്ന് പറയുകയാണ്. ഇവർക്ക് ദ്വാരങ്ങളൊന്നുമില്ല. ഏതാണ്? കാലും കൈയാണ് ഉദ്ദേശിക്കുന്നത്. കാലിനും കൈയിനും ഒന്നും എന്തില്ല? ദ്വാരമില്ല. അതുകൊണ്ട്
സിഗ്നലൊന്നും സ്വീകരിക്കാനുള്ള സംവിധാനം, അതുകൊണ്ട് കുരുടന്മാരാണ്. പക്ഷേ ഈ കുരുടന്മാരാണെങ്കിലും ഇവരെ ആശ്രയിച്ചു കൊണ്ടാണ് പുരഞ്ജനൻ സഞ്ചരിക്കുകയും നടക്കുകയെല്ലാം ചെയ്യുന്നത്, കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത്. നിർവാക്ക് എന്നത് കാലാണ്. കാലിന് കണ്ണ് ഒന്നും കാണാനും കേൾക്കാനുമുള്ള കഴിവൊന്നുമില്ല. പക്ഷെ അത് അപ്പം കുരുടനാണ് കാല്, നിർവാക്ക്. പക്ഷെ ഈ കുരുടന്റെ സഹായത്താലാണ് ഈ പുരഞ്ജനം സഞ്ചരിക്കുന്നത്. പിന്നെ എന്താണ് പേശസ്കൃത്ത്? പേശസ്കൃത്ത് എന്ന് പറയുന്ന കൈയാണ്. അതിന് കാണാനും കേൾക്കാനുമുള്ള കഴിവൊന്നുമില്ല, കുരുടന്മാരാണ്. എന്നാലും ഇവരുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഈ പാർശ്വവർത്തികളുടെ, പുരവാസികളുടെ, ഇവരുടെ സഹായത്താലാണ് പുരഞ്ജനൻ കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചെടുക്കുന്നത്. ഇനി 55 പറയാണ്, ഈ പുരഞ്ജനന് ഉള്ളിലുള്ള ജീവാത്മാവ് വിഷുചീനൻ എന്ന പ്രധാന സേവകനോടൊത്ത്, അദ്ദേഹത്തെ സേവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സേവകന്റെ പേരാണ് വിഷുചീനൻ. അതേതാണെന്ന് വെച്ചാൽ മനസ്സായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അത് അന്തഃപുരത്തിലുള്ളപ്പോഴെല്ലാം, ഉള്ളിൽ ആ മനസ്സ് ആക്റ്റീവായിരിക്കുന്നപ്പോഴെല്ലാം എന്ത് ചെയ്യുന്നു? ഭാര്യ, മക്കൾ മുതലായവരോടൊത്ത് സന്തോഷിച്ചിരിക്കുന്നു. മയക്കത്തിലുള്ള സമയത്തും, അതായത് സ്വപ്നത്തിലും മനസ്സിലൂടെ സന്തോഷിച്ചിരിക്കുകയാണ്. ഈ മനസ്സിൻ്റെ സഹായത്താൽ ഭാര്യ മക്കളെല്ലാമായിട്ട് കുടുംബകാര്യങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ട് സന്തോഷിച്ചിരിക്കുകയാണ് ഈ പുരഞ്ജനൻ. 55. ഇനി 56. ഇപ്രകാരം കർമ്മത്തിൽ ആസക്തനായും, മനുഷ്യരെല്ലാം ജനിക്കുന്ന എന്തിനു വേണ്ടിയാണ്? കർമ്മം ചെയ്യാനാണ്. അപ്പം കർമ്മത്തിൽ ആസക്തനാകുക എന്ന് പറഞ്ഞാൽ അത് നടണം, ഇത് നടണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി കാമവിശേഷ ചിന്തകളാലും, കാമത്തിനടിസ്ഥാനമായ ചിന്ത, അതേസമയം സ്ത്രീകളാൽ വഞ്ചിതരായും, എന്ന് പറയുമ്പോൾ അതിന് വേറെ വ്യാഖ്യാനമൊന്നും വേണ്ട, മൂഢനായും, അതുകൊണ്ട് മനുഷ്യ മൂഢനാണെന്നാണ് പറയുന്നത്. ഭവിച്ച പുരഞ്ജനൻ എന്ത് ചെയ്യാണ്? തൻ്റെ റാണി എന്തെല്ലാം ആഗ്രഹിക്കുന്നു അതെല്ലാം അനുസരിച്ച് ജീവിക്കുന്നു. അവൾ പറയുന്ന അനുസരിച്ചാണ് ആ ശരീരം, ആ ജീവാത്മാവ് ആ ശരീരത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് എന്തെല്ലാമാണോ ശരീരത്തിന് വേണ്ടത് അത് സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, ശരീരത്തിനും മനസ്സിനും എല്ലാം എന്തെല്ലാമാണോ വേണ്ടത് അതിൻ്റെ പിന്നാലെ ഓടി നടക്കുകയാണ്. എൻ്റെ 57 പറയാണ്, ചിലപ്പോൾ അവൾ മദ്യപിക്കുമ്പോൾ താനും മദ്യപിക്കും. മദ്യപിക്കുന്ന ആരാണ്? ആത്മാവല്ല, മദ്യപിക്കുന്ന ശരീരമാണ്, അവളാണ്. പുരുഷൻ പ്രകൃതി ശരീരം. ശരീരത്തിന് മദ്യം വേണമെന്ന് വെച്ചാൽ വെക്കുമ്പോൾ അവൾ കഴിക്കുകയാണ് മദ്യം. അപ്പോൾ ഈ ആത്മാവ് അവിടെ കിടന്നിട്ട് ഞാനെന്ന ഭാവത്തോടു കൂടി മദ്യപിക്കും. അതിൽ അതും ആത്മാവിന് പിടിക്കുമല്ലോ. ഈ ശരീരം മദ്യം കഴിക്കുമ്പോൾ പിടിക്കുന്നത് ആത്മാവിനാണ്. അവനും മദ്യപിക്കും. ആ ശരീരം ലഹരിയാൽ മയങ്ങുമ്പോൾ അവനും മയങ്ങും. വല്ലപ്പോഴും അവൾ തിന്നുമ്പോൾ അവനും തിന്നും. ശരീര ആർത്തി വെച്ച് എന്തെങ്കിലും തിന്നുമ്പോൾ യഥാർത്ഥത്തിൽ അവനും ശരീരമാണ് തിന്നുന്നത്, പക്ഷെ അവനും ആ തിന്നുന്നതായിട്ട് ഭവിക്കും. അവരുടെ കൂടെ ഭക്ഷണം കഴിക്കും. 56 പാടും. അവർ പാടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവനും പാടും. പാടുന്ന എല്ലാവരാണ്? ശരീരമാണ് പാടുന്നത്. അപ്പോൾ ആത്മാവും അതിൻ്റെ കൂടെ പാടും. ശരീരം കരയുമ്പോൾ ആത്മാവും കരയും. അവൾ കരയുമ്പോൾ ആത്മാവും കരയും. അവൾ ചിരിക്കുമ്പോൾ ആത്മാവും താനും ചിരിക്കും. അവൾ പൊന്നാരം പറയും. അതായത് അങ്ങനത്തെ സംസാരങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ ആത്മാവ് അതിൽ രസിച്ചിരിക്കും. അവൾ ഓടുമ്പോൾ ആത്മാവും അതിൻ്റെ പിന്നാലെ ഓടും. അവൾ നിൽക്കുമ്പോൾ, ശരീരം നിൽക്കുമ്പോൾ ആത്മാവും നിൽക്കും. അതായത് ആ പുരഞ്ജനനും, ആത്മാവ് എന്നല്ല ഇവിടെ പറയുന്ന, ആ പുരഞ്ജനനും നിൽക്കും. അതായത് ശരീരത്തിൻ്റെ, ആ സ്ത്രീയുടെ, ഭാര്യയുടെ, രാജ്ഞിയുടെ അടിമയായിട്ട് അവർക്ക് എന്തെല്ലാമാണോ വേണ്ട അതിനനുസരിച്ച് ഇവന് നിന്ന് കൊടുക്കുകയാണ്.
ആത്മാവ്. കിടക്കുമ്പോഴൊക്കെ ഒപ്പം കിടക്കും, ഇരിക്കുമ്പോഴൊപ്പം ഇരിക്കും, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതും ആത്മാവും കേട്ടുകൊണ്ടിരിക്കും. ശരീരം എന്തെങ്കിലും പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവനും അതിലങ്ങ് പുരഞ്ജനനോ അതിൽ എന്താണോ അവൾ ചെയ്യുന്നത്, ശരീരം എന്താണോ ചെയ്യുന്നത് അതാണ് അവനും ചെയ്തുകൊണ്ടിരിക്കും. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതും കണ്ടുകൊണ്ടിരിക്കും. ഉണർന്നിരിക്കുമ്പോൾ തൊട്ടു നോക്കുമ്പോൾ ഇതെല്ലാം താനും അത് തന്നെ ചെയ്യും. അവള് വ്യാകുലതപ്പെടുമ്പോൾ താനും വ്യാകുലതപ്പെടും. ശരീരത്തിനെന്ത് വ്യാകുലതയെല്ലാം ഉണ്ടാകുമ്പോൾ ദുഃഖിക്കും. ശരീരത്തിനെന്ത് വ്യാകുലതയെല്ലാം ഉണ്ടാകുമ്പോൾ താൻ അവിടെ കിടന്നിട്ട് ദുഃഖിക്കും. ആര്? ഈ പുരഞ്ജനൻ. ആനന്ദിക്കുമ്പോൾ താനും സന്തോഷിക്കും. 62 ഇപ്രകാരം തൻ്റെ റാണിയാൽ വഞ്ചിതനായി ഭവിച്ച മൂഢൻ. ഇപ്പം യഥാർത്ഥത്തിൽ എന്താണോ ഈ ശരീരം ചെയ്യുന്ന അതിനനുസരിച്ച് ഈ ആത്മാവ് കയറി വന്ന ആത്മാവ് മൂഢനാണ്. അത് ചെയ്യുന്ന അതേപോലെ അനുവർത്തിച്ചുകൊണ്ട് നടക്കുകയാണ്. തൻ്റെ റാണിയാൽ വഞ്ചിതനായി പിന്നെ അതിനകത്ത് മോക്ഷമൊന്നുമില്ല. ഭവിച്ച മൂഢൻ സ്വയം ഇച്ഛിക്കുന്നില്ലെങ്കിലും ആത്മാവിന് വേറെ സ്വന്തമായിട്ട് അതിനൊരാഗ്രഹമില്ല. പക്ഷേ കളിക്കുഴമ്പ് കാണിക്കുന്നത് പോലെ അത് പ്രവർത്തിക്കുന്നു. കുരങ്ങന്മാർക്ക് താല്പര്യമൊന്നുമില്ല ഇങ്ങനെ കാണിക്കണമെന്ന്. പക്ഷേ മറ്റുള്ളവർ കാണിക്കുമ്പോൾ അതുമാതിരി അതും കുട്ടിക്കുരങ്ങ് കാണിക്കും. അതുപോലെ തന്നെ ഈ ആത്മാവ് ഒരു കുരങ്ങൻ്റെ മാതിരി ഈ ശരീരമാകുന്ന ഭാര്യ അല്ലെ രാജ്ഞി എന്തെല്ലാമാണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് അതും ആടിക്കൊണ്ട് അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകുമെന്ന് പറയുകയാണ്. അപ്പം ജീവാത്മാവും ഈ ശരീരവും ഈ ഒരവസ്ഥയിലാണ് ഇന്നുള്ള മനുഷ്യൻ്റെ അവസ്ഥ. കാണാൻ താല്പര്യമുള്ളത് ശരീരത്തിന് കാണാൻ ഇന്നാ കാണണമെന്ന് തോന്നുമ്പോൾ ശരി അത് കണ്ടുകൊണ്ടേയിരിക്കും, ഇന്ന കേൾക്കണം എന്ന് തോന്നുമ്പോൾ അത് കേട്ടുകൊണ്ടേയിരിക്കും. ഇനി അടുത്തതിൽ കാണാം.